എന്താഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് തരും. ആയുഷ്മാൻ ഭവ. ഇതാ 1000 രൂപയുടെ ഒരു കല്ല്. എനിക്കൊരു ജോലി കിട്ടണം. കിട്ടുന്നതായിരിക്കും. എനിക്ക് ലോട്ടറി അടിക്കണം. അടിച്ചിരിക്കും. ശ്രേഷ്ഠനായ സ്വാമിക്ക് ജയ്. ശ്രേഷ്ഠനായ സ്വാമിക്ക് ജയ്. സ്വാമിക്ക് ജയ്. സ്വാമിക്ക് ജയ്. സ്വാമിക്ക് ജയ്. സ്വാമിക്ക് ജയ്. സ്വാമിക്ക് ജയ്. സ്വാമി എക്സ്ക്യൂസ് മീ, ഈ കാട്ടിൽ നിന്ന് ആരായി സംസാരിക്കുന്നത്? വിഷമിക്കേണ്ട ഭക്ത, അത് കാട്ടിലെ രാജാവാണ്. അദ്ദേഹം ഏത് മനുഷ്യന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. 1000 രൂപയുടെ ഈ കല്ല് വാങ്ങിച്ച് കാട്ടിലെ രാജാവിന് എറിഞ്ഞു കൊടുത്താൽ മതി. ബാക്കി അദ്ദേഹം നോക്കിക്കോളും. എന്റെയും പത്ലവിന്റെയും കൂട്ടുകെട്ട് ഒരിക്കലും പിരിയരുതേ. വിവരം കേട്ട ഭക്ത, ആദ്യം ഈ 1000 രൂപയുടെ കല്ല് വാങ്ങിക്ക്. എന്നിട്ട് അത് താഴെ കറിഞ്ഞ് നിന്റെ ആഗ്രഹങ്ങൾ ചോദിക്ക്. എന്നാലേ നടക്കൂ. പക്ഷെ സ്വാമി, എന്റെ കയ്യിൽ 1000 രൂപ എടുക്കാനില്ലല്ലോ. ഓ, എങ്കിൽ നിന്റെ ആഗ്രഹം തിരിച്ചേ നടക്കുള്ളൂ ഭക്ത. നിന്റെ കൂട്ടുകാരൻ നിന്നെ ഒരിക്കൽ പിരിഞ്ഞു പോകും. പിന്നെ എന്റെ അടുത്ത് കരഞ്ഞോണ്ട് വന്നേക്കരുത്, കേട്ടല്ലോ? ഇനി വരില്ല, ഒരിക്കലും വരില്ല. വാ മോട്ടോ, നീ എന്തിനാ ഈ ഉടായിപ്പ് സന്യാസിമാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? എവിടെ പോയി? ഇവിടെ ഒന്നും ഇല്ലല്ലോ. പോ, നിന്റെ ആഗ്രഹം തിരിച്ചേ നടക്കൂ. നിന്റെ കൂട്ടുകാരൻ നിന്റെ ഒരിക്കൽ പിരിഞ്ഞു പോകും. ഇല്ല, പത്ലവിനെ കാണുന്നില്ല. ഞാൻ ആ ശ്രേഷ്ഠ സന്യാസിയുടെ അടുത്ത് കല്ല് വാങ്ങിച്ചില്ല. പണി കിട്ടി. ഞാൻ ഇപ്പൊ തന്നെ പോയി ഒരു 1000 രൂപ എവിടുന്നേലും ഉണ്ടാക്കി ആ ശ്രേഷ്ഠ സന്യാസിയുടെ കൈ കൊടുക്കട്ടെ. ഞാനും മോട്ടും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട്. മോട്ട് പറയുന്നത് അവന്റെ സുഹൃത്തുക്കളെല്ലാം മണ്ടന്മാരാണെന്ന്. അവരെയെല്ലാം മണ്ടന്മാരാക്കി ആരുടെ അടുത്ത് വേണമെങ്കിലും പൈസ വാങ്ങിക്കാന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ചിങ്കം സാർ, ഗസീറ്റർ റാം, ഡോക്ടർ ജഡ്ക, ഇവരെ പോലെ ബുദ്ധിയുള്ള ആളുകളെ ഒരിക്കലും മണ്ടന്മാരാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മോട്ടു എന്നോട് പറഞ്ഞു, നീ നോക്കിക്കോ, ഇന്ന് എല്ലാവരെയും ഞാൻ മണ്ടന്മാരാക്കി 1000 രൂപ വാങ്ങിക്കൂന്ന്. എല്ലാരും ഇമോഷണലാക്കി വാങ്ങിക്കൂന്ന്. അവരിതാ വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചിരുന്ന. ചിങ്കം സാറേ, പത്ലവിനെ കാണുന്നില്ല. എനിക്കിപ്പോ ഒരു 1000 രൂപയുടെ അത്യാവശ്യമുണ്ട്. ഒന്ന് വേഗം ആരെങ്കിലും തരൂ പ്ലീസ്. പത്ലുവിനെ കാണാതായിരുന്നു. അതേതായാലും നന്നായി അല്ലേ ഡോക്ടർ ജഡ്ക? പക്ഷേ സോറി, എന്റെ കയ്യിലാണെങ്കിൽ 1 രൂപ പോലും ഇല്ല. എന്റെ ചങ്ക്, എന്റെ ബ്രോ, വലിയ തമാശയാണല്ലോ നീ പറയുന്നത്. പത്ലുവിനെ കാണാതായെന്ന്. എന്റെ പൊന്നു മോട്ടു, പൈസ എന്റെ കയ്യിലും ഇല്ല ചങ്കേ. അല്ലെങ്കിൽ എന്റെ രോഗികളാണ് സത്യം. ഞാനിപ്പോ ഉറപ്പായിട്ടും തരില്ലായിരുന്ന മോട്ടു, അല്ലേ ഗസീട്ട്? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് പത്ലുവിനെ കാണാതെയാവുന്നത്. തൽക്കാലം അവൻ കാണാതെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ. പതുക്കെ അവൻ തിരിച്ചു വന്നോളും. അതെ, എന്റെ കൂട്ടുകാരനെ കാണുന്നില്ലെന്ന്. നിങ്ങൾക്കത് കേൾക്കുമ്പോ തമാശയല്ലേ? എല്ലാം കള്ളവാ. എല്ലാവന്മാരും കള്ളവാ. നിങ്ങൾ എന്താ ഇത് പറയാത്തത്? എന്തുകൊണ്ടാ നിങ്ങൾ എന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ എന്റെ കൂടെ നിൽക്കാത്തതെന്ന് വേഗം പറ.
ഞാൻ അറിഞ്ഞു പത്രുവിനെ കാണാതായത്. ഇപ്പൊ നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടല്ലേ? നിന്റെ സ്ഥലത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ വല്ല ബാങ്കും കൊള്ളയടിച്ച് പത്രുവിന് 7 മണി രക്ഷിച്ചേനെ. അതെ അതെ, ഞാനും അതിനെ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്റെ കൂട്ടുകാരനെ രക്ഷിക്കുവാൻ വേണ്ടി എന്ത് വേണേലും ചെയ്യും. അതിപ്പോ ബാങ്ക് കൊള്ളയടിച്ചിട്ടാണേലും ശരി. ഇത് എന്നെ ആരാ ഇവിടെ കൊണ്ടിട്ടത്? ഹലോ ചിങ്കം സാർ, ഒരു അവസരം കൂടിയുണ്ട്. എനിക്കൊരു 1000 രൂപ മര്യാദയ്ക്ക് തരാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഫുർഫുറി നഗരത്തിലെ ബാങ്ക് കൊള്ളയടിക്കാൻ പോവാ. എന്റെ അമ്മോ, ഇത് കാര്യം ഇപ്പൊ സീരിയസ് ആവണല്ലോ. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. മോട്ടു, നിന്നെ ഇപ്പൊ പോലീസ് 4 ഭാഗത്തും വളഞ്ഞിരിക്കുകയാണ്. മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ. ഇല്ലെങ്കിൽ 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 എന്റെ അമ്മ വേണ്ട. എന്റെ അമ്മ വരുമ്പോ എല്ലാവർക്കും ഒരുമിച്ചങ്ങ് വന്നാ പോരെ. എന്തിനാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്? സോറി സോറി, ഞാൻ അറിയാതെ ഒരു തമാശ പറഞ്ഞു പോയതാണ്. വേണ്ട. ഇവിടുത്തെ മാനേജർ ആരാണ്? ഞാനാണ് മാനേജർ. ഇന്നാ ഇതിൽ നിന്നൊരു 1000 രൂപ എടുത്ത് വേഗം എന്റെ കയ്യിലോട്ട് വെച്ചതാ. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ വെച്ചോളൂ. 1000 രൂപയ്ക്ക് വേണ്ടിയാണോ ഇത്രയും കാണിച്ചത്? ലോക്കർ പൊട്ടിച്ചില്ലേ? എന്നോട് ചോദിച്ചിരുന്നേ ഞാൻ തരത്തില്ലായിരുന്നോ? അതെ, എന്റെ അടുത്ത കൂട്ടുകാർ പോലും തന്നില്ല. പിന്നെ ഞാൻ നിങ്ങളോടായിട്ട് എങ്ങനെയാ ചോദിക്കുക? സോറി മോട്ടു, സോറി. ആ ജോൺ എന്നെ പറഞ്ഞു പറ്റിച്ചതാണ്. അവൻ എന്നോട് പറയാണ് താൻ എന്നെ മണ്ടനാക്കി എന്റെ അടുത്ത് കാശ് വാങ്ങാൻ നോക്കുകയാണെന്ന്. അവൻ എന്നെ പൊട്ടനാക്കി ഇവിടുന്ന് ഓടിക്കളഞ്ഞു. വന്നേ, നമുക്ക് പോയി പത്ലൂനെ അന്വേഷിക്കാം. അതെ, ഞാൻ തിരിച്ചു വന്നു. എന്നെ അന്വേഷിച്ചു പോകേണ്ട ഒരാവശ്യമില്ല. പൊളിച്ചേ, എന്റെ പത്തില് നീ വന്നു. വരൂ, നമുക്ക് ചെന്ന ശ്രേഷ്ഠ സന്യാസിക്ക് ഒരു 1000 രൂപ കൊടുത്ത് കല്ല് മേടിച്ച് കാട്ടിലേക്ക് എറിയാം. നീ പിന്നെയും മണ്ടനാവുകയാണോ? ആ സന്യാസി ഒരു ഉടായിപ്പാണ്. എനിക്ക് തോന്നുന്നത് അയാൾ തന്നെയാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ആരുമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് അടച്ചു പൂട്ടിയെന്ന. എനിക്കിപ്പോ മനസ്സിലായി. ആ സന്യാസി കള്ളൻ ജോണനെ ആയിരിക്കും. അവനാണ് നമ്മളെ പറഞ്ഞ് തെറ്റിച്ചത്, മൂട്ടിനാരും സഹായിക്കാതിരിക്കാൻ വേണ്ടി. വേഗം വാ, അവനെ നല്ലൊരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. ആദ്യം അവന്റെ കള്ളത്തരം പൊളിക്കാം. ആ കാട്ടിൽ നിന്ന് എങ്ങനെ സൗണ്ട് വരുന്നേന്നുള്ളത്. എന്റെ ലോട്ടറി അടിക്കണേ. അടിച്ചിരിക്കും, അടിച്ചിരിക്കും. ഈ കള്ള സന്യാസി ജനങ്ങളെ മുഴുവൻ വിഡ്ഢിയാക്കിയാണല്ലോ. അടിച്ചിരിക്കും, അടിച്ചിരിക്കും, നിർത്ത്, ഇനി നീയല്ല, ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞോളാം. ഇന്ന് കല്ലെടുത്തെറിഞ്ഞ് പ്രാർത്ഥിക്കേ. എനിക്ക് 10 കോടി രൂപ ലഭിക്കണം. തീർച്ചയായിട്ടും ലഭിക്കും. ആദ്യം ആ ശ്രേഷ്ഠ സന്യാസിയെ മുകളിലേക്ക് ഒരു 10 പ്രാവശ്യം എടുത്തിട്ട് ഭൂമിയിലേക്ക് ശക്തിയായി അടിക്ക്. വേണ്ട വേണ്ട, എന്തോ തെറ്റ് പറ്റിയതാ. രാജാവിനെന്തോ തെറ്റ് പറ്റിയതാ. വേണ്ട, എന്നെ തല്ലരുത്. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്ക്. എന്നെ ഇങ്ങനെ തല്ലിയത് കൊണ്ട് നിന്റെ ആഗ്രഹം നടക്കില്ല. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ശ്രേഷ്ഠ സന്യാസിക്ക് കുറെ പച്ചമുളക് തിന്നാൻ കൊടുക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലമാകും. നീ ഏതവനാണ്? എന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്? നമ്പർ 1, നീ എവിടെ പോയി കിടക്കുക? വേണ്ട,
വേണ്ട, എന്നെ രക്ഷിക്ക്. ഇനി വേണ്ട. ശ്രേഷ്ഠ സന്യാസിയെ എന്റെ അടുത്തേക്ക് കൊക്കയിലേക്ക് എറിയേ. എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലമാകും. ഇന്ന് മുതൽ കല്ല് മേടിച്ചെറിയേണ്ട ഒരാവശ്യവും ഇല്ല. ആ സന്യാസിയെ എടുത്തെറിഞ്ഞാ മതി. ചിങ്കം സാറെ രക്ഷിക്ക്. എന്റെ പൊന്നു ചിങ്കം സാറെ, എന്നെ രക്ഷിക്ക്. രക്ഷിക്കൂ. എന്റെ അമ്മോ, ഒരു ശ്രേഷ്ഠ സന്യാസിയായ താങ്കൾ എന്റെ കാല് പിടിക്കല്ലേ. താഴത്തെ കാട്ടിലുള്ള രാജ നിങ്ങളെ വിളിക്കുന്നുണ്ട്. കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഇദ്ദേഹത്തിനെ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ രാജാവ് ഒരുപാട് വിഷമിച്ചു പോകും. അതെ, അയാളുടെ തലയ്ക്ക് എന്താ കുഴപ്പം പറ്റിയെന്നാ തോന്നുന്നത്. എന്റെ പൊന്ന് സാറേ, അതെന്റെ നമ്പർ 1, അല്ലാതെ രാജാവൊന്നും അല്ല സാറേ. ഞാൻ ജോണാ. ഈ ജോണായിരിക്കും ഡോൺ, ഡോണായിരിക്കും ജോൺ എന്ന് പറഞ്ഞു നടക്കുന്ന ജോൺ. നോക്ക് നോക്ക്. ഈ ഉടായ്പ് സ്വാമിയെ അടിക്ക്. ഇവൻ നമ്മളെ എല്ലാരെയും മണ്ടന്മാരാക്കി. ദേ കണ്ടോ, നിന്റെ ശ്രേഷ്ഠ സന്യാസി ദേ ഓടി പോകുന്നു. ഇപ്പൊ മനസ്സിലായോ ഇങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും വീണു പോകാൻ പാടില്ലാന്ന്? വരൂ കുട്ടികളെ, പക്ഷിശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ഭാവി അറിയൂ. ശോഭനമായ ഭാവി ഉണ്ടായിരിക്കും. എന്നാ പറയൂ, എന്റെ ഭാവി പറയൂ. മോട്ടു, ഇവരുടെ തന്ത്രത്തിലൊന്നും വീഴരുത്. വാ, ഇവിടുന്ന് പോവാം. ആദ്യം 50 രൂപ വെക്കൂ ബാല. എന്റെ തത്തമ്മയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കണ്ടേ? ഞാൻ വാങ്ങിച്ചോളൂ. ആഹാ, അതിനെന്താ? തത്തയ്ക്ക് ഭക്ഷണം വെള്ളമല്ലേ കൊടുക്കുന്നത്, അല്ലാതെ ബിരിയാണി അല്ലല്ലോ. ശാന്തനാകൂ മെലിഞ്ഞുണങ്ങിയ ബാല. സൈഡിലേക്ക് മാറി നിൽക്കൂ. മിട്ടുമോനെ, പുറത്തേക്ക് വന്ന് ഈ ബാലന്റെ ഭാവി പറയൂ. നന്മ ചെയ്താൽ നല്ലതേ വരൂ. മാത്രമല്ല അവന് പ്രതിഫലവും കിട്ടും, കൂടാതെ പണവും കിട്ടും. പോകൂ ബാലക, ജനങ്ങൾക്കായി നല്ലത് ചെയ്യൂ. അവര് നിന്നെ അഭിനന്ദിക്കും. അങ്ങനെ നിനക്ക് പൈസയും കിട്ടും. അല്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയില്ലേ? ഇനിയിപ്പൊ ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടോ ഇല്ലെന്ന് ആർക്കറിയാം. വാ മോട്ടു. വയസ്സുകാലത്ത് റോഡ് മുറിച്ച് കടക്കാൻ എത്ര ബുദ്ധിമുട്ടാ. എത്ര അധികം വണ്ടികളാ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേ പത്തലു, അങ്ങോട്ട് നോക്കൂ. ആ വല്യമ്മതേ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. പക്ഷെ ഈ ട്രാഫിക് കാരണം അമ്മച്ചിക്ക് പോകാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നു. അവരെ ഒന്ന് സഹായിക്കട്ടെ. തിരുമേനി പറഞ്ഞത് ഓർക്കുന്നില്ലേ, നന്മ ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്ന്. വരൂ. നിർത്ത്. വേണ്ട. വരൂ അമ്മച്ചി, ഞാൻ നിങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാം. ഒരു മിനിറ്റ് നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. അതിന്റെ ആവശ്യമില്ല. എന്റെ വല്യമ്മച്ചി, ഞങ്ങൾ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കും? അമ്മച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. 1 മിനിറ്റിലത്തെ കാര്യമല്ലുള്ളൂ. നിക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്റെ അമ്മച്ചി ദേ എത്തിപ്പോയി. ദേ കണ്ടില്ലേ, നമ്മളിത് എത്തി. നിങ്ങൾ ചെയ്ത സഹായത്തിന് ഞാനൊരു സമ്മാനം നിങ്ങൾക്ക് തരുന്നുണ്ട്. കണ്ടില്ലേ പത്തലു, തിരുമേനി പറഞ്ഞത് എത്ര സത്യമാന്ന്. സമ്മാനം തരാൻ പോവാ. ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തെന്നറിയോ? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചല്ലോടാ. എന്റെ വടിയും നിങ്ങൾ ഒടിച്ചു കളഞ്ഞോ? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. അവിടെ ഇപ്പൊ കണ്ടില്ലേ, ആ ജ്യോതിഷൻ പറഞ്ഞത് മുഴുവൻ തെറ്റല്ലേ? മാത്രമല്ല, നിനക്ക് നന്മയ്ക്ക് പകരം അവരുടെ ഇന്ന് തല്ലല്ലേ കിട്ടിയത്? പത്തലു, അതിനിത് നമ്മുടെ തെറ്റല്ലേ? ഇവിടെ തിരുമേനി പറഞ്ഞതിൽ എന്താ തെറ്റ്? ദേ നോക്ക്, നമുക്ക് ചെന്ന് ആ മനുഷ്യനെ ഒന്ന് സഹായിക്കാം. അവന് ശരിക്ക് കാറ്റടിക്കാൻ അറിയില്ല. സർ, ഞാൻ നിങ്ങളുടെ സൈക്കിളിൽ കാറ്റടിച്ചു തരാം. ഞാനൊന്ന് സഹായിച്ചോട്ടെ? ഓ താങ്ക് യു.
നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലുള്ളവരെ കാണാനേ ഇല്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു കടമയല്ലേ. ദേ കാറ്റടിച്ച് അടിപൊളിയാക്കുന്നത് കാണു സാറ്. അയ്യോ ചേട്ടാ മതിയാക്ക്, കാറ്റ് നിറഞ്ഞല്ലോ. ആയിട്ടില്ല. നിങ്ങൾ വിഷമിക്കാതിരി സാറേ. ഞാൻ നിങ്ങളുടെ സൈക്കിൾ നല്ലോണം കാറ്റടിച്ച് തരാം. കുറച്ചുകൂടെ ആവാ അല്ലേ? കുറച്ചുകൂടെ. എന്റെ അമ്മയ്ക്ക്. സോറി സാറേ, സോറി. തെറ്റുപറ്റിപ്പോയതാണ്. ഒരു മിനിറ്റ് നിക്ക്, ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട്. എനിക്ക് സമ്മാനമൊന്നും വേണ്ട സാറേ. നിനക്ക് ഈ ലോകത്ത് എന്നെ മാത്രമേ കിട്ടിയുള്ളടാ ഇങ്ങനെ വന്നിരിക്കാൻ. ഓടിക്കോ പത്ലു, ഓടിക്കോ. ആഹാ, എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് വേഗം തുറക്ക്. ഇത് ജാമായിരിക്കാ, തുറക്കാനേ പറ്റുന്നില്ല. ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം പെങ്ങന്മാരെ. അല്ലേ പത്ലു? ഇതുവരെ കിട്ടിയതൊന്നും പോരെ, ഇനിയും മേടിച്ചു കൂട്ടാനാണോ പ്ലാന്? പത്ലു, തിരുമേനി പറഞ്ഞതൊക്കെ അങ്ങ് മറന്നുകളാ. ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നീ എത്ര കിട്ടിയാലും പഠിക്കില്ല. പക്ഷെ ഇത്തവണ നീ വേണ്ട, ഞാൻ അവരെ സഹായിക്കാം. ഞാൻ അവർക്കത് ശരിയാക്കി കൊടുക്കാം. ഏയ് അത് വിട് വിട്. ആദ്യം നീ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വാ, അല്ലെങ്കിൽ നിനക്കത് തുറക്കാനേ പറ്റില്ല. അല്ല, എന്റെ ഒരു കൂട്ടുകാരൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോ നിങ്ങളൊക്കെ നിന്ന് ചിരിക്കുകയാണോ? പത്ലു, നീ മാറി നിൽക്ക്. പൈപ്പ് ഞാൻ തുറക്കാം. ഇനി വെള്ളം എങ്ങനെ നിറയ്ക്കുന്നത്? കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല. ഇവനാണെങ്കിൽ ഉള്ള വെള്ളം മുഴുവൻ വേസ്റ്റ് ആക്കി. വിടരുതവന്മാരെ. നിക്കണവിടെ. ഇപ്പൊ കണ്ടില്ലേ, ജ്യോതിഷൻ പറഞ്ഞത് തെറ്റാണ്. എവിടെയൊക്കെ ഉപകാരം ചെയ്യാൻ പോകുന്നോ അവിടെ നിന്നൊക്കെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒന്ന് എടുത്ത് മാറ്റണ്ട ചേട്ടാ. ആരാടത്? പത്ലു വരൂ, വേഗം ചെന്ന ട്രാഫിക് ജാമൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. പത്ലു, ഇത് നമ്മുടെ കടമയാണ്. ചിലപ്പോ ജനങ്ങൾക്കൊക്കെ സന്തോഷം തോന്നി നമുക്ക് വല്ല പ്രതിഫലം തന്നാലോ? പൈസ തരുവോ തരൂലയോ എന്നുള്ളതല്ല ഇവിടെയുള്ള പ്രശ്നം. നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. അല്ല, ആ ഉടായിപ്പ് ജോത്സ്യൻ നിനക്ക് വല്ല കൈവശം തന്നിട്ടുണ്ടോ? എത്ര അടിയാ വാങ്ങിച്ചു കൂട്ടിയത്? എന്നിട്ട് നിനക്ക് സഹായിക്കാൻ പോണോ അല്ലേ? പത്ലു, ഇതൊക്കെ നമ്മുടെ ഫുർഫുറി നഗരത്തിന് വേണ്ടിയല്ലേ. നമ്മൾ ഇത്രയും ജാം ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കരുത്. വരൂ, നമുക്ക് ആ വണ്ടി തള്ളി മാറ്റിയിട്ട് ക്ലിയർ ആക്കാം. നീ അകത്തോട്ട് കയറിക്കോ. റെഡിയല്ലേ? പത്ലു, നിൽക്കൂ, അവിടെ നിൽക്കാൻ. കാറ് നിൽക്കുന്നില്ല. വണ്ടി നിർത്ത്, വണ്ടി നിർത്തോ. കള്ളൻ കള്ളൻ എന്റെ വണ്ടി എടുത്തോണ്ട് പോയി. കള്ളൻ കള്ളൻ, പിടിക്കോമാരെ, എന്റെ കാർ എടുത്തോണ്ട് പോയി. പിടിക്കേ പിടിക്കേ. ഓട്ടോ രക്ഷിക്ക്. ഈ കാറിന്റെ എഞ്ചിനും ബ്രേക്കും ഒക്കെ കേടുവന്നിരിക്കുക.
പത്തിലു ആ തിരുമേനി പറഞ്ഞത് ജനങ്ങളെ സഹായിക്കൂ എന്നിട്ട് പ്രതിഫലം മേടിക്കുമെന്നല്ലേ? പക്ഷെ എല്ലായിടത്തും ഇടിയാണ് ഇപ്പൊ കിട്ടുന്നത്. വരൂ, ഇന്നൊരു നല്ല കാര്യം നമ്മൾ ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. അതായത് ആ തിരുമേനിയെ നല്ലൊരു പാഠം പഠിപ്പിച്ച്. അല്ലല്ല, എന്താ ഈ കാണിക്കുന്നത് ബാല? എന്റെ ഇടി വേണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നോണം. നന്മ ചെയ്താൽ നല്ലതേ വരൂ, മാത്രമല്ല അവന് പ്രതിഫലവും കിട്ടും, കൂടാതെ പണവും കിട്ടും. ഇതിലെന്താ നോക്കാം. നന്മ ചെയ്താൽ നല്ലതേ വരൂ, മാത്രമല്ല അവന് പ്രതിഫലവും കിട്ടും, കൂടാതെ പണവും കിട്ടും. ഇതിലും അത് തന്നെയാണല്ലോ. എല്ലാ ചീട്ടിലും ഒന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദ്രോഹി. ഒന്ന് പുറത്തേക്ക് വായന്റെ തത്തമ്മേ. കൊറേ ആയില്ല നീ ഇവന്റെ ബന്ധനത്തിൽ. നീ പറക്കുമുത്തേ, ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്. നീ ഉടായ്പിന്റെ കൂടെ ജീവിക്കേണ്ടവനല്ല. ബൈ ബൈ. ആ കഴുതക്കണാരൻ എവിടെ പോയി? പത്തിലു അവനെ പിടിക്കേ, അവൻ രക്ഷപ്പെടാൻ നോക്കുക. അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. നിൽക്കാൻ. അത് കലക്കി. അവൻ കാരണം എല്ലാം ഉണ്ടായത്. അവൻ കുറച്ച് അടി കൊള്ളട്ടെ. താങ്ക് യു കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് മറ്റൊരു നല്ല കാര്യം കൂടി ചെയ്തു. എന്നെ സ്വതന്ത്രയാക്കി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ഓർമ്മിച്ചോളൂ മോട്ടു, ഇനി ഒരിക്കലും നമ്മൾ ഇതുപോലത്തെ ജ്യോതിഷന്മാരുടെ തന്ത്രത്തിൽ വീഴാൻ പാടില്ല. ഒരിക്കലുമില്ല.